അഖിൽ NRD ഇഷ്യൂ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. സത്യം പറഞ്ഞാൽ വളരെ ശോകമാണ് ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ. കാരണം മറ്റൊന്നുമല്ല, ഈ അടുത്തിടെ അയാളുടെ റിലീസായ മൂവി അത് പരാജയപ്പെട്ടു. അത് പരാജയപ്പെട്ടത് മുതൽ അയാളെ ഡീഗ്രേഡിങ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ പല ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റീലുകളിൽ കാണുന്ന പോലെയല്ല, ഇയാൾക്ക് അഭിനയിക്കാൻ അറിയില്ല. റീലുകളിൽ പോലും നേരെ ചൊവ്വയല്ല അഭിനയിക്കുന്നത്, ചുമ്മാ ക്രിഞ്ച് പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരനെ മാനസികമായിട്ട് തകർക്കാനുള്ള പരിശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവൻ വിശ്വസിച്ച അവൻ്റെ ഭാര്യ അവൻ ചതിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു CCTV ഫുട്ടേജ് ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. നമുക്കന്ന് കണ്ടു നോക്കാം. ഇത് കണ്ടില്ലേ? മറ്റൊന്ന് നടന്നിങ്ങി വരിക, ഒരു കയ്യിലും കൊണ്ടൊക്കെ കൊടുത്തുകൊണ്ട് അവൻ നൈസായിട്ട് വന്ന് അവിടെ പമ്മി നിൽക്കുക. ഇതൊന്നും അറിയാതെ ആ പാവം ചെറുപ്പക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങുക. അവൻ്റെ ആ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. താൻ ജീവന് തുല്യം സ്നേഹിച്ച ഭാര്യ ഒരു രാത്രി ഏതോ ഒരുത്തരോട് ഇറങ്ങിപ്പോകുന്നു. അവൾ ഇത്രയും കാലം തന്നെ ചതിക്കുമായിരുന്നെന്ന് അവൻ അറിയത്തില്ലായിരുന്നു. ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവൻ്റെ മാനസികാവസ്ഥ വളരെ ദയനീയമാണ്. എനിക്ക് സത്യം പറഞ്ഞ ഇവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾക്ക് വിവാഹശേഷം ഒരു അഫെയർ ഉണ്ടാവുന്നത് ഓക്കെ, സമ്മതിച്ചു. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ കൂടെ ജീവിച്ചാൽ മതി. നിങ്ങൾ കല്യാണം കഴിച്ച വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കേണ്ട. അങ്ങനെയുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലീഗലി ഡിവോഴ്സ് വാങ്ങി പോവുക എന്നുള്ളതാണ്. അല്ലാതെ നാട്ടുകാർക്ക് മുന്നിൽ നിങ്ങളുടെ ഭർത്താവിനെയോ അല്ലെങ്കിൽ ഭാര്യയോ ഒരു കോമാളിയാക്കി കളിയാക്കാനുള്ള ഉപകരണമാക്കി വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ടല്ല പോകേണ്ടത്. വളരെ സങ്കടമുണ്ട് കേട്ടോ. എന്താണ്, ഓൾറെഡി കാറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് അവൻ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. കാർ അടുത്ത് വന്നാലല്ലേ ഉള്ളൂ ആൾക്കാർക്ക് സംശയം തോന്നത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് കൃത്യം ഇവൾ വന്ന ശേഷം മാത്രം കാറ് ഇവിടെ വന്നാൽ മതി എന്നുള്ള രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതൊന്നും അറിയാതെ ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ വീട്ടിൽ കിടന്നു തുടങ്ങിയത്. എന്നാ ചെയ്യേണ്ടത് ഇവളെയൊക്കെ നിങ്ങൾ പറ. ഈ അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തിയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഈ മേഘ എന്ന് പറയുന്ന ആ വ്യക്തിനെ നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. അതിനുശേഷം ആ അഖിലിന്റെ കൂട്ടത്തിൽ ഇവള് ധാരാളം റീലുകളിലും മറ്റും വന്നപ്പോഴാണ് ഇവളെ നമ്മളെല്ലാവരും തിരിച്ചറിയുന്നതും ഇവളും ഒരു സെലിബ്രിറ്റി ആയി മാറിയതും. അങ്ങനെ കുറേയധികം ബ്രാൻഡ് പ്രൊമോഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഇവള് ചെയ്ത ഒരു ബ്രാൻഡ് പ്രൊമോഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. 2-3 ദിവസമായിട്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ക്ഷീണമാണ്. എന്നാൽ പിന്നെ വൈറ്റമിൻ ഡി ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വരാമെന്ന് വെച്ചിട്ട് രാവിലെ തന്നെ ലാബിലൊക്കെ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഓർത്തെ ഇന്ന് എന്റെ കസിന്റെ പെണ്ണ് കാണലാണല്ലോ എന്ന്. ഈ ക്ഷീണിച്ച മുഖമൊക്കെ ആയിട്ട് ഞാൻ എങ്ങനെയാ വെളിയിൽ പോവാ? എന്നാ പിന്നെ എന്റെ ഫേസ് ഒന്ന് ഗ്ലോ ആവാൻ വേണ്ടിട്ട് നമ്മുടെ വൈറലായിട്ടുള്ള ബനാന ലീഫ് പാക്ക് ഒന്ന് ഇടാന്ന് വെച്ചപ്പോഴോ ഇട്ട് കഴിഞ്ഞപ്പോ ഇതാ അവസ്ഥ. എന്റെ ഡ്രസ്സും എന്റെ ഫേസും അതുപോലെ തന്നെ എന്റെ തറയും ഫുള്ള് സ്റ്റെയിൻ ആയി. ഇന്ന് അത്രയും സമയം മെനക്കെട്ടതല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉപയോഗം തോന്നിയില്ല. എനിക്ക് മുഖത്ത് ഒരു ഗ്ലോ ആയിരുന്നു വേണ്ടത്, അല്ലാതെ ഇതുപോലെ സ്റ്റെയിൻ അല്ല. അതിന് ദേ ഇതുണ്ടല്ലോ. ഈ സമയത്ത് ഇങ്ങനെ ഗ്ലോ കിട്ടുന്നതാണ് നല്ലത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ആദ്യം തന്നെ ഒരു ഗ്ലോയി ബേസിനായി നമുക്ക് ഈ ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് സിറം അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ഗ്ലോ ആണ് നമുക്ക് കിട്ടുന്നത്. ലുക്ക് അറ്റ് ദാറ്റ് ഗ്ലോ. ഇതില് 10% നിയാസിനമൈഡും SPF 30 അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതൊരു മേക്കപ്പ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ഇതൊരു അടിപൊളി സിറം ആണെന്ന് പറയുന്നതായിരിക്കും. ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോയും ഒരു ഡ്യൂയി ഫിനിഷും നൽകുന്നു. മാത്രമല്ല ഇത് സൂപ്പർ കംഫിയാണ്. അടുത്തത് നമുക്ക് ഈ ഫേസസ് കാനഡയുടെ CC ടിന്റ് അപ്ലൈ ചെയ്യാം. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആൻഡ് കംഫർട്ടബിൾ ആണ് കേട്ടോ. വെള്ളത്തിനെക്കാട്ടിലും ലൈറ്റ് വെയിറ്റ് എന്ന് ഇതിന് വേണമെങ്കിൽ പറയാം. ഇത് 5-in-1 ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്ലാസ് സ്കിൻ പോലുള്ള ഫിനിഷ് ആണ് കിട്ടുന്നത്. മാത്രമല്ല ഇത് സൂപ്പർ കംഫിയാണ്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പറ്റിയതാണ് ഈ CC ടിന്റ്. ഇത് നമ്മുടെ സ്കിൻ ഈവൻ ടോൺ ആക്കാനും ലൈറ്റ് വെയിറ്റ് കവറേജ് നൽകാനും സഹായിക്കുന്നു. നോക്കിയേ, ഇത് സ്കിന്നിന് നൽകുന്ന ഒരു ഗ്ലോ കണ്ടോ? ഇതൊരു സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടി മോളെ, പക്ഷെ നിന്റെ ഉള്ളു മുഴുവൻ കറുത്തതായിരുന്നു. അല്ലെങ്കിൽ നീ അവനെ ചതിക്കത്തില്ലായിരുന്നു. കാരണം ഇത്രത്തോളം ഫെയിം നിനക്ക് കിട്ടിയത് നിന്റെ സ്വന്തം കഴിവുകൊണ്ടല്ല, അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തിയുടെ ഫെയിം കൊണ്ടാണ്. അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തിയുടെ റീലുകളിലൂടെയാണ് നിന്റെ നാട്ടുകാർ അറിഞ്ഞത്. അല്ലാതെ നിനക്ക് യാതൊരു കഴിവുമില്ല. നിനക്ക് ഒരു കഴിവുണ്ട്, വിശ്വസിച്ച ആളെ ചതിക്കാനുള്ള കഴിവ്. അത് നല്ല കഴിവല്ല, അത് നീ ഒന്ന് മനസ്സിലാക്കുക. ചോക്കി എഫക്റ്റോ കേക്കി എഫക്റ്റോ നൽകുന്നില്ല. ഇനി എന്റെ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ആക്കാൻ ഞാൻ അടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഫേസസ് കാനഡയുടെ കോഫി വൗ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. കൊക്കോ ക്രഷ് ആട്ടോ എന്റെ ഫേവറേറ്റ് ഷെയ്ഡ്. കണ്ടോ, ഇത് ഭയങ്കര ട്രാൻസ്ഫർ പ്രൂഫ് ആണ്. മാത്രമല്ല ഇത് ഹൈലി പിഗ്മെന്റഡും ലൈറ്റ് വെയിറ്റും സൂപ്പർ കോംഫി ആണ്. ഇത് ലിപ്സ്റ്റിക് ആയിട്ട് മാത്രമല്ല കേട്ടോ, നമുക്കിത് ബ്ലഷ് ആയിട്ടും
ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതിട്ടിട്ട് ഞാൻ ഒന്ന് വെളിയിൽ ഇറങ്ങി കാണിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം എന്റെ സ്കിന്നിന് മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന്. നല്ല നാച്ചുറൽ ഗ്ലോയിങ് ഡ്യൂയി ഫിനിഷ് ആണ് ഇത് നമ്മുടെ സ്കിന്നിന് നൽകുന്നത്. അപ്പൊ ഇതിന്റെ ലിങ്ക് വേണ്ടവര് വേഗം ലിങ്ക് ഒന്ന് കമന്റ് ചെയ്തോളൂ. പ്രോഡക്ട്സ് ആർ ടാഗ്ഡ് ബിലോ. എടി ചൂലെ, നീയേ നെറ്റിനൊരു സിന്ദൂരം ചാർജിട്ടില്ലേ, അതിന്റെ മഹത്വം നിനക്കറിയോ? എടി നിന്നെ വിശ്വസിച്ച് നിന്റെ ഭർത്താവ് നിന്റെ തിരുനെറ്റി ചാർജ് തന്ന ആ സിന്ദൂരം, അതിന്റെ മഹത്വം പോലും നീ തിരിച്ചറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനെ ചതിക്കത്തില്ലായിരുന്നു. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ കഴിഞ്ഞ ഇടയ്ക്ക് അവന്റെ മൂവി ഇറങ്ങിയ സമയത്ത് ഇവള് ആ സിനിമ കാണാൻ വന്നപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളുടെ അടുത്ത് നിന്ന് കാണണോ? ഒന്ന് കണ്ടു നോക്ക്. നല്ല പ്രതീക്ഷ പടത്തിന്റെ ഓക്കെ എന്നാ വരും. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. സത്യം പറഞ്ഞ് ഇപ്പൊ കണ്ടു കേട്ടോ. വളരെ ദയനീയമാണ് ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ. ശരിക്കും പറഞ്ഞ് ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളൊന്നും എനിക്ക് ചെയ്യാണ്ട് അധികം താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല. എനിക്ക് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. നിങ്ങൾ ആരെ വേണേലും പ്രേമിച്ചോ, കല്യാണത്തിന് മുൻപോ കല്യാണത്തിന് ശേഷമോ, പക്ഷെ മറ്റൊരാളെ ചതിച്ച് അയാളുടെ ജീവിതം തകർത്ത് അയാളെ നാട്ടുകാരുടെ മുന്നിൽ കോമാളിയാക്കിയിട്ടല്ല നിങ്ങളുടെ സുഖം തേടി പോകേണ്ടത്. ഇതിപ്പോൾ അടുത്ത അനുഭവമൊന്നുമല്ല, ഇഷ്ടം പോലെ ആളുകൾക്ക് ഇതേപോലെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴല്ലോ വല്ലാത്തൊരു അരോചകം തോന്നുക. സത്യം പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ ഭയം തോന്നും. സത്യം പറഞ്ഞ അഖിലിന്റെ അവസ്ഥ വളരെ ദയനീയ കേട്ടോ. മറ്റൊന്നുമല്ല, അവൻ അത്രത്തോളം ആ പെണ്ണിനെ സ്നേഹിച്ചു. അവനിലൂടെ അവളെ നാട്ടുകാരറിഞ്ഞു. പക്ഷെ അവളുടെ മനസ്സിന്റെ ആ കറുപ്പ് അതവന് കാണാൻ പറ്റിയില്ല. ഇവൾ എങ്ങനെ ഇവനെ പ്രണയിച്ചു എന്ന് എനിക്കറിയില്ല കേട്ടോ. മേ ബി ഒരു പക്ഷെ ഇവന്റെ ഫെയിം കണ്ട് ഇവനിലൂടെ കുറച്ചധികം സോഷ്യൽ മീഡിയ റീച്ച് നേടുക, അത് മാത്രമായിരുന്നിരിക്കണം ഇവളുടെ ഒരു ലക്ഷ്യം. ആ ലക്ഷ്യം അവൾ പൂർത്തീകരിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തൻ്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയി. ഇവിടെ ചതിക്കപ്പെട്ടത് ഈ ഒരു പാവം ചെറുപ്പക്കാരന്. സോ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ഇവളുമാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് അതും കൂടി ഒന്ന് പറയാണ്ട് മറക്കരുത്. കാരണം ഇതേപോലെ ഒത്തിരി ആളുകൾ ചതിക്കപ്പെടുന്നുണ്ട്. സത്യം പറഞ്ഞ ഈ ഒരു സംഭവം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യത്തിൽ. എൻ്റെ ഒരു സുഹൃത്ത് ആത്മാർത്ഥമായിട്ടൊരു പെൺകുട്ടിയെ പ്രണയിച്ചു. അവളുമായിട്ട് ഒന്നിച്ച് ജീവിക്കാണ്ട് തുടങ്ങി. ഒരു പെൺകുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സുപ്രഭാതത്തിൽ അവൾ വേറെ തന്നെ കൂട്ടത്തിൽ ഇറങ്ങിപ്പോയി. അവൻ്റെ കൂട്ടത്തിൽ കുറച്ച് നാൾ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കൊച്ചുണ്ടായി. ആ കൊച്ചിനെയും അവനെ ഉപേക്ഷിച്ചിട്ട് അവളിപ്പോൾ വേറെ തന്നെ കൂട്ടത്തിൽ. ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇങ്ങനെ സുഖം തേടി പോകുന്ന കുറേയധികം വൃത്തികെട്ട ജന്മങ്ങൾ. അതൊന്നും നന്നാവില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാം കോമാളികളാവുന്നത് ഇവരുടെ എല്ലാം ഭർത്താക്കന്മാരാണ്. പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് പറയുമ്പോഴത്തേക്ക് ഒരു വിഭാഗം ആളുകൾ പറയും പുരുഷന്മാരും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. ആണായാലും പെണ്ണായാലും ഇത്തരത്തിലുള്ള തന്തയിലായ്മ ഒരിക്കലും ചെയ്യരുത്. ശരിയെന്നാ.